ഹായ് എവരി വൺ. നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് സീരീസ് ഇപ്പൊ ഇംഗ്ലണ്ടിൽ നടന്നു. നമ്മൾ പല പ്ലെയേഴ്സും നമ്മൾ വിചാരിച്ച പോലെ എക്സ്പെക്ടേഷനിലൊത്ത് കളിച്ചില്ല. അത് വളരെ, അതായത് ഇപ്പൊ യങ്ങർ ജനറേഷൻ കളിക്കാർ നോക്കുമ്പോൾ അവര് എന്തിനു വേണ്ടി കളിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർക്ക് വരും. അതായത് അവര് കളിച്ചാൽ പോലും അവർക്ക് ടീമിലേക്കുള്ള സ്ഥാനം, അതിന് കിട്ടാനുള്ളൊരു ചാൻസ്, ഇതെല്ലാം വളരെ കുറവാണ്. കാര്യം ഇന്ത്യൻ ടീം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാപ്റ്റൻസ് അവര് അല്ലെങ്കിൽ കോച്ച് അവര് പെർട്ടിക്കുലർ നമ്പർ ഓഫ് പ്ലെയേഴ്സിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെദർ ദേ പെർഫോം ഓർ നോട്ട് പെർഫോം അവർ ടീമിലുണ്ട്. നമ്മളിപ്പോ ഒരു കളിയോ 2 കളിയോ 3 കളിയോ പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ പറയുമല്ല. നമ്മളൊരു സ്റ്റാറ്റ്സ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ആരെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചില കളിക്കാര് അവര് കുറച്ച് നാളായിട്ട് പെർഫോം ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ, അതായത് അനാവശ്യമായ ചാൻസുകൾ കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ചാൻസ്, ഇപ്പൊ വർഷങ്ങളോളം അങ്ങനെ ചാൻസ് കൊടുക്കുമ്പോൾ ഒരു യങ് പ്ലെയറിന്റെ ചാൻസ് ആണ് അവിടെ പോകുന്നത്. അപ്പം ആ യങ് പ്ലെയർ ഈ 2-3 വർഷം ഒരാൾക്ക് ചാൻസ് കൊടുക്കുമ്പോൾ അവൻ 22-23 വയസ്സുള്ളപ്പോഴും ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ അവിടെ 26 വയസ്സാവുന്നു. അപ്പം അവൻ പതുക്കെ തഴയപ്പെടുകയാണ്. പകരം പുതിയൊരു യങ് പ്ലെയർ വരുന്നു. അപ്പം ദിസ് കണ്ടിന്യൂസ്. ഇതൊരു ലോബി പോലെയോ എന്തോ പോലെയാണ്. അതായത് എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇഫ് എ പ്ലെയർ ഇസ് നോട്ട് പെർഫോമിംഗ് ഫോർ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം, അവരെ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുതിയൊരു കളിക്കാരന് ചാൻസ് കൊടുക്കുക. അതായത് കണ്ടോണ്ടിരിക്കാൻ. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് മാർവൻ അപ്റ്റപ്പെട്ടു, അതായത് ശ്രീലങ്കയുടെ വൺ ഓഫ് ദ ക്ലാസിക് ഓപ്പണേഴ്സ് അല്ലെങ്കിൽ ക്ലാസിക് പ്ലെയർ ആയിരുന്നു. ഈ മാർവൻ അപ്റ്റപ്പെട്ടു എത്രയോ പ്രാവശ്യം ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് തോന്നുന്നു 3-4 ടൈംസ്. ഈച്ച് ടൈം ഹി ഹാഡ് ടു പ്രൂവ് ആൻഡ് ദെൻ കം ബാക്ക്. എന്നിട്ടാണ് പുള്ളി ലേറ്റർ ഓൺ, എനിക്ക് തോന്നുന്നു 27-28 ഇയേഴ്സിലാണ് തിരിച്ചു വന്ന് പിന്നെ പുള്ളി ആ സ്റ്റെബിലിറ്റിയിൽ നിന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത്രയും പറയാൻ കാരണം, നമ്മളിപ്പം തന്നെ ഇന്ത്യയുടെ ടെസ്റ്റ് വൈസ് ക്യാപ്റ്റൻ അജിങ്ക്യ റഹാനെയുടെ കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അതായത് എന്തുകൊണ്ട് റഹാനെനെ ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും വച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് റഹാനെനെ ഡ്രോപ്പ് ചെയ്തില്ല? ഈ ഇംഗ്ലണ്ട് സീരീസിൽ അത്രയും പരിതാപകരമായിരുന്നു റഹാനയുടെ അവസ്ഥ. എനിക്ക് തോന്നുന്നു റഹാന ഡസൻ ആവറേജ് ഈവൻ 40. പുള്ളിയുടെ 8 ഇയേഴ്സ് കരിയറിൽ അറൌണ്ട് 78 ടെസ്റ്റ് മാച്ചസ് കളിച്ചിട്ടുണ്ട് റഹാനെ. ഒരു 40 താഴെയാണ് റഹാനയുടെ ഇത് തന്നെ, ആവറേജ് തന്നെ, വിച്ച് ഇസ് വേ ടു ബാഡ് ഫോർ മിഡിൽ ഓർഡർ പ്ലെയർ ഹു ഹാസ് ഗോട്ട് ഇത്രയും ചാൻസസ്. മെനി പ്ലെയേഴ്സ് 78 കളി എന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രീമാണ്. ഒരു 10 ടെസ്റ്റ്, 15 ടെസ്റ്റ്, 20 ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഡ്രീമാണ്. ഇതിനകത്ത് 78 ടെസ്റ്റിനകത്ത് റഹാനെ കളിച്ചേക്കണേന് എനിക്ക് തോന്നുന്ന പെർഫോം ചെയ്തേക്കുന്നത് മേ ബി ലെസ് ദാൻ 30 ഇന്നിങ്സ് പെർഫോം ചെയ്തിട്ടുണ്ടാവുള്ളൂ നന്നായിട്ട് ഇത്ര നാളുകളിൽ. ഒരു 2018-ലോ 19-ലോ ആണ് റഹാനെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തേക്കുന്ന ഒരു വർഷം ഇതേ വരെ ഉള്ളതിൽ. ഈ വർഷം റഹാനെ അറൌണ്ട് 11 ടെസ്റ്റോ അങ്ങാണ്ട് കളിച്ചിട്ടുണ്ട്. അതിനകത്ത് ആവറേജ് ബിലോ 20 എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാറ്റ്സ് എനിക്ക് തോന്നുന്നു അരുണ്ടയിൽ സ്റ്റാറ്റ്സ് ഉണ്ടാവും, അരുണ്ടയും മനുണ്ടയിൽ സ്റ്റാറ്റ്സ് ഉണ്ട്, അവരിത് കാണിക്കുന്നതാണ്. പക്ഷെ റഹാനെ വളരെ മോശമായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ റഹാനെ ഡ്രോപ്പ് ചെയ്യുക. എന്തിനാണ് അവര് റഹാനെ ഹോൾഡ് ചെയ്ത് വെച്ചത്? അല്ലെങ്കിൽ റഹാനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഏതൊരു കളിക്കാരനെയും അങ്ങനെ വെക്കേണ്ട കാര്യം. ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. ഇത്രയും റിസോഴ്സസ് നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇന്ത്യ ടെസ്റ്റ് ജയിച്ചപ്പോഴത്തേക്കും ഓസ്ട്രേലിയൻ കോച്ച് പറഞ്ഞ ഇതിനകത്ത് ഒരു 11 പേര് വരിക എന്ന് പറയുന്നത്. അതേപോലെ കഴിവുള്ള എത്രയോ പേരുണ്ട്, അവർക്കൊക്കെ ചാൻസ് കൊടുക്കുക. ഞാൻ പറഞ്ഞ എല്ലാവർക്കും അല്ല, ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയുള്ള കുറച്ച് പേർക്ക് കൊടുക്കുക. അപ്പൊ ആ ഒരു ബേസിലായിരിക്കണം കളി നടക്കേണ്ടത്. കാര്യം ഐ ഡോണ്ട് നോ വാട്ട് ഇന്ത്യൻ ടീം വാണ്ടഡ് ടു പാസ് ഔട്ട് ടു ദ യങ്സ്റ്റേഴ്സ്. പക്ഷെ വളരെ റോങ് മെസ്സേജ് ആണ് ഒരു ആസ്പയറിംഗ് കളിക്കാർക്കൊക്കെ ഈ ഒരു ഇത്. ജസ്റ്റ് ലൈക്ക് എ ലോക്കൽ ക്രിക്കറ്റ്, 10 പേര് വരും, അവർക്ക് കളിക്കണം. 11 പേര് വരും, അതിനകത്ത് 7 പേരുണ്ടാവും, അവർക്ക് സ്ഥിരമായി കളിക്കണം. അവർക്ക് കളിക്കാൻ വേണ്ടി ഒരു ടീം ഉണ്ടാക്കുന്നു, ബാക്കി 4 പേരെ ആരെങ്കിലും വന്നാൽ മതി. ആ ഒരു രീതിയിലാണിത്. അപ്പം എന്തായാലും അരുണിന്റെയും മനുവിന്റെയും വ്യൂസ് നമുക്ക് കേൾക്കാം ഇതിനെ കുറിച്ച്. ഹായ് എവരിവൺ, കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ 3 പേരും കൂടെ കൂടിയിരിക്കുന്നു. അജിങ്ക്യ റഹാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സമയത്ത് പുള്ളി എബവ് 50 ആയിരുന്നു ആവറേജ്. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മളൊരു നല്ലൊരു
ഒരു ഭാവി പുള്ളി കണ്ടിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അവസാനത്തെ ലാസ്റ്റ് 30 ഇന്നിങ്സിലെങ്ങാണ്ട് ആവറേജ് എങ്ങാണ്ട് 25-ന് താഴെ എങ്ങാണ്ട് നാഗ പറഞ്ഞ പോലെ. സോ ഇങ്ങനെ റഹാനെ ഒരു ടീമിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു 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 ആവശ്യം ഇപ്പൊ ഇന്ത്യക്ക് ഇല്ല. കാരണം നാഗ പറഞ്ഞ പോലെ ഇപ്പം പല ടാലന്റുകൾ പല ആൾക്കാർ ഇപ്പൊ ബെഞ്ചിലിരിപ്പുണ്ട്. അവർക്കൊക്കെ അവസരങ്ങൾ അവരുടെ പ്രായം കടന്നു പോകുന്നു. അപ്പൊ നമുക്കിപ്പം ഒരു സീരീസിൽ ഫുള്ള് ചാൻസ് കൊടുക്കുന്ന പോലെയല്ല. ഇപ്പം നമ്മളിപ്പോ കാണുവാണെങ്കിൽ ഇപ്പൊ പുജാരയും റഹാനയും പുജാര പിന്നെയും കുറച്ച് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ റഹാന എനിക്ക് തോന്നുന്നില്ല 10 റൺസ് വരെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുവാണ് ക്രീസിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു റിതം കിട്ടുന്നില്ല. സോ ഇങ്ങനെയുള്ള റഹാനെ മാത്രമല്ല ആരായാലും ഇപ്പം ഫോം ഔട്ടായ ആൾക്കാരെ ഒന്നെങ്കിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കുറച്ചും കൂടെ അവരെ ഫോക്കസ് ചെയ്ത് അവരുടെ ഫോം തിരിച്ചെടുക്കാനുള്ള പരിപാടി വെക്കുക. അല്ലെങ്കിൽ കാരണം നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. കാരണം വേറെ പല ആൾക്കാരുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് സീരീസിൽ ഇംഗ്ലണ്ടിന്റെ കാണുവാണെങ്കിൽ തന്നെ റഹാന ഒരു പുവർ പെർഫോമൻസ് ആണ്. ആള് നല്ലൊരു ഡീസന്റ് വ്യക്തിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു പുള്ളിയെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നില്ല പുള്ളിയെ പുറത്താക്കാം. പക്ഷെ അതല്ലല്ലോ ക്രിക്കറ്റിന് വേണ്ടത്. പക്ഷെ ക്രിക്കറ്റിൽ നമ്മൾ ആക്ച്വലി സ്കില്ല് തന്നെയാണ് നോക്കേണ്ടത്. സോ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്ക് റെസ്റ്റ് കൊടുക്കുക, എന്നിട്ട് പുള്ളിയെ പൂർവ്വ ആദിശക്തിയോടെ തിരിച്ചു വരുത്തുക. അല്ലെങ്കിൽ പുള്ളി തന്നെ ഞാൻ പറയണ പുള്ളി തന്നെ അത് മാറണം. കാരണം പുള്ളിക്ക് തന്നെ അറിയാം ഫോം ഇല്ല. അപ്പം പുള്ളി തന്നെ മാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അരുൺ സ്റ്റാറ്റ്സ് കാണിക്കും. സോ അതിന്റെ ബേസിൽ ഓവർ ടു അരുൺ. അതെ, അപ്പൊ ഈ മനു നാഗയും പറഞ്ഞു വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ കാര്യം പറയുകയാണെങ്കിൽ, റഹാനെ ഫസ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലോട്ട് വരുമ്പോൾ, അതായത് റഹാനെ ഓൾറെഡി ഞാൻ മുംബൈയിൽ രഞ്ജി ട്രോഫി കളിക്കുന്ന സമയത്തെ ഫോളോ ചെയ്യുന്നതാണ്. കാരണം റഹാനെ ഒരു പ്രൊഡീജിയസ് ടാലന്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുമായിരുന്നു, മോർ ദാൻ 60 ആവറേജ് ചെയ്യുമായിരുന്നു ആക്ച്വലി രഞ്ജിയിൽ. അത് റഹാനെയും അതേ നമ്മുടെ പുജാരെ അതെ, രണ്ടുപേരും മാമുത്ത് നമ്പർ ഓഫ് റൺസ് അടിച്ചിട്ട് തന്നെയാണ് ഇന്ത്യയിലോട്ട് വന്നത്. അല്ലാതെ ബൈ ചാൻസ് വന്നതല്ല. ചിലർ പറയും മുംബൈ ലോബി എന്നൊക്കെ, ഇപ്പൊ കുറെ പറയുന്നുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം, വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയും മുംബൈ ലോബി എന്നൊക്കെ. പക്ഷെ ഡെഫിനറ്റ്ലി മുംബൈ ബാറ്റ്സ്മാൻ ആർ ഓൾവേസ് സുപ്പീരിയർ എന്നുള്ള ഒരു ഇത് എപ്പോഴും നമ്മുടെ ഇന്ത്യയിലുണ്ട്. കാരണം വിത്ത് നമ്പർ ഓഫ് മുംബൈ ബാറ്റ്സ്മാൻ that have played for India. പക്ഷെ റഹാനെ had justified his selection at that point in time. I thought that Rahane had to wait for his opportunity. കാരണം ആ സമയത്ത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാൾവേർഡ്സ് കളിച്ച സമയമാണ് അത്. സച്ചിൻ, സേവാഗ് ആയിരുന്നു. അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് റഹാനെ വാസ് കമ്മിങ് ടു ഹിസ് ഓൺ ആൻഡ് ദെൻ വാസ് ട്രൈങ് ടു ഗെറ്റ് ഹിസ് പൊസിഷൻ ലോക്ക്ഡ്. പക്ഷെ ഇനിഷ്യലി പറയുകയാണെങ്കിൽ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് റഹാനെസ് ടെസ്റ്റ് കരിയർ വാസ് ഗുഡ്. കാരണം റഹാനെ വാസ് ചാലഞ്ച്ഡ്. ഒട്ടുമിക്ക ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ആർ വെരി ഗുഡ് അറ്റ് ഇന്ത്യൻ ട്രാക്സ് where spin is more where spin happens more. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സബ് കോണ്ടിനെന്റൽ വിക്കറ്റ്സിലാണ് ഇന്ത്യയുടെ പ്രീമിയർ ബാറ്റ്സ്മാൻമാർക്കെല്ലാം പ്രിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവറേജും എല്ലാം അവിടെ അടിപൊളിയാണ്. കാരണം പക്ഷേ പുറത്ത് പോകുമ്പോഴാണ് ചാലഞ്ച് വെൻ ദ ബോൾ സ്വിങ്സ്. ആൻഡ് അതായത് റഹാനയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് ട്രയൽ ബൈ ഫയർ എന്ന് പറയാം. സോ റഹാനയുടെ ഇനീഷ്യൽ ഇയേഴ്സിൽ റഹാനെ ഹാഡ് ടു ഡു ലോട്ട് ഓഫ് ഓവർസീസ് ടൂർസ് ലൈക്ക് സൗത്ത് ആഫ്രിക്കൻ ടൂർ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറിയിൽ വരുന്നത്. പിന്നെ ഇംഗ്ലണ്ടിൽ തന്നെ ലോർഡ്സിൽ 2014 ഐ തിങ്ക് റഹാനെ സ്കോർഡ് ദ സെഞ്ചുറി ആൻഡ് ഇന്ത്യ വൺ ദ മാച്ച്. റഹാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും വരുന്നത് ആ ഇനിഷ്യൽ പീരീഡ്സിൽ റഹാനയുടെ ടെസ്റ്റ്. ദാറ്റ് പ്ലെയർ, ദാറ്റ് റഹാനെ is not what we are seeing now. അപ്പൊ അത് ആദ്യം തന്നെ പറയണം. അതായത് ആ 3 yearsലെ റഹാനെ that had to prove some point, had to prove a point to the others that hey, I'm not just a Ranji Trophy player, I'm a capable international player. അപ്പൊ അത് നോക്കുവാണെങ്കിൽ യൂഷ്വലി അതിനാണ് കൂടുതൽ ടെൻഷൻ ഉള്ളത് ഒരു പ്ലെയറിന് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് പ്രൂവ് ചെയ്യേണ്ട ഒരു സമയം. ഇഫ് യു ഡോണ്ട് പ്രൂവ് then you are never ever going to make to the Indian team again. കാരണം അതാണ് ആ ഫസ്റ്റ് ഇനിഷ്യൽ ചാൻസസ് will determine how your future is going to be. കാരണം സഞ്ജു സാംസന്റെ എക്സാമ്പിൾ തന്നെ അതിൽ നമുക്ക് നടക്കുന്നത് നമുക്കറിയാം. ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ സഞ്ജു സാംസൺ once ഒരു പ്രാവശ്യങ്ങളിൽ പെർഫോം ചെയ്തെങ്കിൽ there would be some people to actually say hey, give this guy one more chance like he has scored. because കരുൺ നായരുടെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. 300 അടിച്ചു വന്നിട്ടും ചാൻസ് ഇല്ല because his Ranji performance were poor.
that they deemed him like he cannot be taken because his performance was so poor in Ranji. പക്ഷെ ഞാൻ റഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ couple of reasons എനിക്ക് റഹാനയുടെ ബാറ്റിങ്ങിലോ അല്ലെങ്കിൽ റഹാനെ ആസ് എ പ്ലെയറിന് മെന്റലി എഫക്ട് ചെയ്തൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അതെന്റെ പേഴ്സണൽ തോൽവിയാണ്. അല്ല, എനിക്കറിയാം ഇതിപ്പോ പറയുമ്പോൾ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആവും. കാരണം ഞാനത് പറയാൻ പോകുന്നത് നൺ അതർ ദാൻ എനിക്ക് തോന്നുന്നു കോഹ്ലിയുടെ ഫെയിലിയേഴ്സിൽ ഒരു കുറച്ച് റോള് മഹീന്ദ്ര സിംഗ് ധോണിക്കുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് പറയുകയാണെങ്കിൽ കുറെ പേര് കേൾക്കുവാണെങ്കിൽ റഹാനെ ഇനിഷ്യൽ പീരീഡ്സിൽ വൺ ഡേ ടീമിലുണ്ടായിരുന്നു, ടെസ്റ്റിലുണ്ടായിരുന്നു. റഹാനെ നെവർ വാസ് എ 2020 പ്ലെയർ. പക്ഷെ വൺ ഡേ ടീം സെറ്റപ്പില് കുറച്ച് കളികൾ റഹാനെ ഭയങ്കര സ്ലോ ആയിട്ട് കളിച്ചപ്പോൾ മഹീന്ദ്ര സിംഗ് ധോണി പ്രസ് കോൺഫറൻസിൽ പോയി പറയുകയുണ്ടായി റഹാനെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അതൊരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. കാരണം മഹീന്ദ്ര സിംഗ് ധോണിക്ക് അന്ന് അറിയാം, അന്നല്ല ഇപ്പോഴും മഹീന്ദ്ര സിംഗ് ധോണിനെ ആൾക്കാർ പൂജിക്കുന്നുള്ളവരുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ മഹീന്ദ്ര സിംഗ് ധോണി അത് പറഞ്ഞപ്പോ അത് ഒരു ഇമ്പാക്ട് നോർത്തു. ലൈക്ക് എ പ്ലെയർ ദാറ്റ് ഹാസ് ക്യാപ്റ്റൻ ഓഫ് 3 formats, a player that has like won all the accolades, won 3 World Cups. അപ്പോ അങ്ങനെ ഒരു ആൾ ഒരു ബാറ്റ്സ്മാനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് ലെസ് ലൈക്ക് ടെല്ലിംഗ് ടു മീ, ഹേ നിനക്ക് കളിക്കാൻ അറിയില്ല. അതായത് ഒരു 25 വർഷം ക്രിക്കറ്റ് കളിച്ചവന്റെ അടുത്ത് പറയാണ് നിനക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ അറിയില്ല, നീ പോരാ എന്നുള്ള രീതിയിലാണത് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് റഹാനെ has never ever looked good at the crease because എനിക്ക് എപ്പോഴും റഹാനെ 2 മൈൻഡ്സിൽ കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് ഐ ഹാവ് ടു ഫൈൻഡ് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഐ കനോട്ട് ഡിഫെൻഡ് മോർ, ഐ ഹാവ് ടു ഫൈൻഡ് ഗ്യാപ്സ്. വൺ ഡേ യെസ് ഇറ്റ് അഫക്റ്റഡ് very much. One day setup Rahane is a name that is non-existent right now, but it came from a person who did the same thing in one day internationals. If you look into Mahindra Singh Dhoni and the position that he played at, he would be the player that plays the most number of dot balls. അത് വിശ്വാസം ആയില്ലെങ്കിൽ there are stats, go ahead and look at it. കാരണം 2020 തന്നെ അത് പറയുന്നുണ്ട്, the player who is really good but plays the most number of dot balls. കാരണം 6th ഉം 7th ഉം വരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ 2020 just scored and placing എന്നാണ്. പക്ഷെ മഹീന്ദ്ര സിംഗ് ധോണി അവിടെ പോലും സെറ്റിലാവാൻ 10-12 ബോൾസ് വേണം. അപ്പൊ that comes from a player like Mahindra Singh Dhoni who itself was guilty of not rotating the strike, because നമുക്ക് എല്ലാവർക്കും അറിയാം സ്പിന്നേഴ്സ് വന്ന മഹീന്ദ്ര സിംഗ് ധോണി doesn't have technique, so he just jumps out of the crease, just tries to, നമ്മൾ മലയാളത്തില് കളിയാക്കുക ചെയ്യും ധോനിന്റെ പേരിൽ തുഴയാന്ന്. പക്ഷെ ഞാൻ ഇത് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷെ യെസ്, അവിടെ തൊട്ടാണ് എനിക്ക് തോന്നുന്നത് റഹാനയുടെ ഡൗൺഫോൾ ഹാസ് ഹാപ്പൻഡ്. And അതേ പിന്നെ I have never seen the old Rahane. Yes, you would see the glimpses of Rahane കാരണം നമ്മളത് കണ്ടു ഓസ്ട്രേലിയയിലെ ഇന്നിങ്സും പിന്നെ ബിറ്റ്സ് ആൻഡ് പീസസ് ഇവിടെ ഹൺഡ്രഡ്സ് ഒന്നും അല്ല മെയിൻലി കണ്ടത്. പക്ഷെ ഓസ്ട്രേലിയയുടെ പിന്നെ റഹാനയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓവർസീസിൽ ഹി പ്ലേസ് റിയലി വെൽ, ഹി ലൈക്സ് സ്വിങ് ഒക്കെ. ഇപ്പോഴത്തെ റഹാനെ അല്ല ഞാൻ പറയണേ, ഒരു ഓൾഡ് റഹാനെ. ബട്ട് റഹാനെ കൺസിസ്റ്റന്റ്ലി സഫേർഡ് അഗെയിൻസ്റ്റ് സ്പിൻ. ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഗിവൺ ആയിട്ട് എടുക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ he knows to play spin because he is an Indian batsman who has played in Indian subcontinents and also has played lot of matches in Sri Lanka, Bangladesh, പാകിസ്ഥാനിൽ ഇപ്പൊ കളിക്കുന്നില്ല എന്നാൽ പോലും ഈ പറഞ്ഞ സബ് കോണ്ടിനെന്റ്സിൽ ഒരുപാട് നമുക്ക് ഒരുപാട് ബൈലാറ്റർ സീരീസ് ശ്രീലങ്കയായിട്ട് തന്നെയുണ്ട്. അപ്പോൾ റഹാനയുടെ ഫെയിലിയേഴ്സ് അവിടെ വെച്ച് തന്നെയുണ്ട്. അതായത് സാധാരണ ബാറ്റ്സ്മാൻമാർ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ they don't perform well in overseas, they come back home, hit bucket load of runs and then say to the selectors, hey look at that, like ende average ellam correct ആയി, എനിക്ക് ഒരുപാട് ഹൺഡ്രഡ്സ് ഉണ്ട്, സ്റ്റാറ്റ്സ് എടുക്കുകയാണെങ്കിൽ എവറിഥിങ് ഇസ് ഗുഡ്. ബട്ട് റഹാനെ സഹായിക്കാൻ അതുമില്ല. കാരണം റഹാനയുടെ സ്പിൻ കളിക്കുന്നത് കണ്ടാൽ സത്യം പറയാം വിഷമമായി പോകും. അത് അപ്പൊ ഞാൻ പറയാം മഹീന്ദ്ര സിംഗ് ധോണി പോലും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നും. കാരണം മഹീന്ദ്ര സിംഗ് ധോണിക്ക് അറ്റ്ലീസ്റ്റ് സ്പിൻ മര്യാദയ്ക്ക് ടെക്നിക്കലി കളിക്കാൻ അറിയില്ലെങ്കിലും ഹി knows how to stay in the crease, not to get out. Mahindra Singh Dhoni was always getting out to swing balls outside the subcontinent. But Rahane's problem is like he doesn't even know to do that. Like he doesn't even know to stay. He looks very very uncomfortable that ഓരോ ബോൾ നോക്കുമ്പോൾ ഔട്ട് ആവുന്നു തോന്നും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് വെച്ചിട്ട് വിരാട് കോഹ്ലി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി gave 100% support to Rahane, saying that Rahane has nothing to worry about his position in the team. അത് ഞാൻ ആകെ പറയുന്നത് പോലെ totally agree. That really sends a wrong signal.
കാരണം he's a player who has played 78 test matches. He's not a player like a Shubman Gill or a Prithvi Shaw who's like a young and 22 years of age. He's someone who's in his mid 30s and has played a lot of tests and is still showing signs of mental problems with his batting technique. Then we have a problem. Then the youngsters will think, what's happening? Like, what should I do more to get into this Indian team? Because hey, players are not playing, still I'm not getting a place in this Indian team. Then how will I crack into the Indian team? So that sends a wrong message. And I don't know if Virat Kohli understands this, but he's actually sending the wrong message. He's not sending the message that hey, under my leadership you should be comfortable. No, you shouldn't be saying that to a 78 test match veteran. You should be saying that to a kind of a Gill. But I don't think now Gill will play for India. That's a big problem with India, isn't it, Naga? അരുൺ ഓക്കെ യാ നമ്മുടെ സ്റ്റാറ്റ്സ് അരുൺ സ്റ്റാറ്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ ഇനിഷ്യൽ ഇയേഴ്സ് റഹാനയുടെ ഇനിഷ്യൽ ഇയേഴ്സിൽ നമുക്ക് ആവറേജസ് ലൈക്ക് 43, 44, 45, 50 ആ ഇനിഷ്യൽ ഇയേഴ്സ് ലൈക്ക് അത് ഭയങ്കര നല്ല ടൈം ആയിരുന്നു. ലൈക്ക് ഹി വാസ് പ്രൂവിങ്, അരുൺ പറഞ്ഞ പോലെ ആ പ്രൂവ് ചെയ്യേണ്ട സമയം ഔട്ട്സൈഡ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലല്ല, പുറത്തുള്ള പ്രൂവ് അന്ന് നന്നായി പ്രൂവ് ചെയ്തേക്കുവാണ്. ഇൻ 2016 ആ സമയത്താണ് അരുൺ പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാവുന്നത്. ലൈക്ക് ഹീസ് നോട്ട് എ ടെസ്റ്റ് പ്ലെയർ, അല്ല ഹീസ് നോട്ട് റൊട്ടേറ്റിംഗ് ദ സ്ട്രൈക്ക്, ആ ഒരു ടൈമാണത്. ആഫ്റ്റർ ദാറ്റ് ഹീസ് ഫോം ഡ്രോപ്പ് ഡൗൺ. എന്നിരുന്നാൽ പോലും in 2019 he had a very good run. ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം he had a very good run. That was in 2019. പക്ഷെ എനിക്ക് തോന്നുന്നു അതായത് കൂടുതൽ ഇന്ത്യ തന്നെയാണ് ഇന്ത്യ കളിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ അതായത് നന്നായിട്ട് തന്നെ കളിച്ചു റഹാനെ. പക്ഷെ then come to 2020 and 21. See 2021 19 എങ്ങാണ്ടാണ് ആവറേജ്. അത് 19 innings. അതെ 11 ടെസ്റ്റ് 19 innings. ടോട്ടൽ സ്കോർ 372. അത് അതിനകത്ത് ക്യാപ്റ്റൻ ആയിരുന്നു. ഓസ്ട്രേലിയയിൽ വന്ന കളിയിൽ ക്യാപ്റ്റൻ ആയിരുന്നു. അതിനകത്താണ് ഇത്തിരി റൺസ് കയറിയേക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് റിയലി സാഡ് ടു സേ റഹാനെ ഷുഡ് ഹാവ് സ്റ്റെപ്ഡ് ഇൻ ആൻഡ് സെഡ് ടു ദ ക്യാപ്റ്റൻ ആൻഡ് കോച്ച്, സീ മേറ്റ് എനിക്ക് ഒരു റിലീവ് ഇത് വേണം. അതായത് ആൾക്കാർ എന്നെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ സ്വയം ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് വേണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. മേ ബി ഈവൻ റഹാനെ തിങ്സ് നൗ ഹിസ് പൊസിഷൻ ഇൻ ദ ടീം വിൽ ബി ലൈക്ക് കോഹ്ലി പറഞ്ഞിട്ട് കാര്യമില്ല. മേ ബി ഇനി ചാൻസുകൾ ഉണ്ടാവാനുള്ള ഇത് സാഹചര്യങ്ങൾ കുറവാണ്, എന്നാൽ ഉള്ളത് പോരട്ടെ എന്നുള്ള രീതിയിൽ കളിച്ചതാണോ എന്ന് പോലും എനിക്കറിയില്ല. ലൈക്ക് ഐ ഷുഡ് തിങ്ക് ഇൻ ദാറ്റ് വേ. അതെ, കാരണം എല്ലാവരും പറയും റഹാനെ ഇസ് എ ഗുഡ് ബ്ലോക്ക് അല്ലെ. നമുക്ക് യു കനോട്ട് ഫൈൻഡ് എനി ഫോൾട്ട് വിത്ത് റഹാനെ ഓർ ഗൈസ് ലൈക്ക് പുജാര ബിക്കോസ് ദേ ആർ ലൈക്ക് ദി മമ്മാസ് ബോയ് അല്ലെ നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ. കാരണം വളരെ നല്ല സ്വഭാവം, ദുശീലങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മീൻസ് വളരെ വെൽ മാനേർഡ്. ഇപ്പൊ കോഹ്ലിനെ പോലെ നോക്കുകയാണെങ്കിൽ അഗ്രസീവ് അല്ല, ബട്ട് ദേ ആർ അഗ്രസീവ് ഇൻ ദെയർ ഓൺ വേസ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോ യെസ് എല്ലാവരും പറയും ഹീസ് എ ഗുഡ് പേഴ്സൺ ടു ബി അറൌണ്ട്, സോ ഹീസ് എ വെരി വാല്യുബിൾ മെമ്പർ എന്നുള്ള. പക്ഷെ ഫോർ മീ റഹാനെസ് നമ്പർ 1 contribution to the team is as a batsman, which means he has to score bucket load of runs, and that is why he is in the team. ബാക്കി എല്ലാം സെക്കൻഡറി. ഫീൽഡിംഗ്, ടീം സ്പിരിറ്റ്, ഡ്രസ്സിംഗ് റൂമിൽ പ്രസൻസ് ഒക്കെ, that's all secondary. Your primary thing is score bucket load of runs because you are here as a batter, not even as an all-rounder. You are here as a batter, so only your bat can answer for you. If the bat doesn't answer, then nothing else matters, because if fielding കൊളവാണ്, ബാറ്റിംഗ് നല്ലതാണെന്ന് പറഞ്ഞാലും വർക്ക് ഓൺ ഇറ്റ്, you won't lose your spot in the team. പക്ഷെ ബാറ്റിംഗ് നഷ്ടപ്പെട്ടിട്ട് ഫീൽഡിങ്ങിന് വേണ്ടിയിട്ട് റഹാനെ പിടിച്ചു നിർത്തി ഒരു ബാറ്റ്സ്മാനെ മാറ്റാൻ പറ്റില്ല. that's not how it works. അപ്പോൾ നാഗ പറഞ്ഞ പോലെ sometimes what happens is when Virat Kohli shows that, saying that hey, play the next one, I expect you. I mean, we all know if that 5th test was going to happen with England, Rahane would not have scored. It is a very highly unlikely chance that he would score a 50. The reason why he was mentally not there. ഇപ്പൊ സുനിൽ ഗവാസ്കറും സഞ്ജയ് മഞ്ജരക്കറും ഒക്കെ പറയണ്ടായിരുന്നു 8 ബോളാണ് റഹാനെ ലാസ്റ്റ് ഇന്നിംഗ്സിൽ നിന്നത്, and twice he was out, and none of the balls he felt comfortable.
which on a deck that was flat. You won't get a more flatter deck than that in England. So അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ yes, he is not there. So sometimes it's good that you let go of a player so that he can find his mojo back. But keeping him in the Indian team with all this pressure, people after him, media after him, right? He's been scrutinized to the core. This doesn't help a batsman. And if we say that he has the mental resolve to come out of that, then he should have done that before. But this is like, as Naga pointed out, 2020 and 2021, his average is like 38, and 2020, 19, in 2020. That's not getting better. That's getting worse. So, and also this is like a period where you know all the bubbles and restrictions. It never makes it easy. It is always going to be a downhill from here. So what the team management can do is like trust him. Like say, hey, go and play the Ranji Trophy. We trust you. And score back a lot of runs in Ranji Trophy, which Naga was pointing out the same thing, that maybe Rahane is thinking that even if he goes back to Ranji, he now doesn't know to play spin, which is kind of a, if you know to play spin, you can score back a lot of runs in India. But if you don't know to play spin, you are having a problem, right? So, and also Rahane will think that, see, let's look at Shikhar Dhawan's example, right? Shikhar Dhawan has scored bucket load of runs in 2020, and still team management said that no, we are overlooking you, we are going for the youngsters. So see, so Dhawan has done nothing wrong. He is doing the things that he should be doing, and still he has no call. So maybe Rahane is also thinking the same line, but that wouldn't be a selfish thought, right? So for everyone, if this guy is saying to be a good block, and if this guy feels that he's letting the team down, then I feel that he should be the one talking to the management saying that, hey, I am not doing well for the team. I think I am pulling the team down. So I think I need to take some time off from the team, maybe work on my technique or mental aspect, or maybe play Ranji Trophy and then see where I am at. And if you guys are happy with me, then take me back, right? So that should be the real procedure here, instead of Virat Kohli. So that's the problem. Virat Kohli backing one is good, but it's not the right thing, because if you look into WTC and what Virat Kohli said in WTC, Virat Kohli said that India is going to make drastic changes because the failure had impacted him so much that he went about it saying that, and everyone felt that yes, Pujara was going to get the axe, but Pujara somehow managed to score 90s and 60s, and let's be honest, he looked good during those innings, and that is what Rahane is not being. Rahane is, even though when Rahane scored 61, he didn't look good. He had some misses here and there, and he didn't look the part. അതായത് ഫോർത്ത് ടെസ്റ്റില് നമ്മൾ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് വിക്കറ്റില് എക്സെപ്റ്റ് ഫോർ റഹാനെ, മോസ്റ്റ് ഓഫ് ദം ഹാഡ് ബീൻ ഇൻ ഡബിൾ ഡിജിറ്റ്സ്, അല്ലെങ്കിൽ ആ ഒരു ബെറ്റർ എല്ലാവരും കളിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും. നമ്മൾ സെക്കൻഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജാര, തേർഡ് ടെസ്റ്റ് നമ്മൾ പൂജാര ആൻഡ് റഹാനെ ഷുഡ് ബി ഡ്രോപ്പ് തോന്നുന്നു. പക്ഷെ പൂജാര കെയിം ബാക്ക്. മാത്രമല്ല ആക്ച്വലി ഐ തിങ്ക് റഹാനെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് ടെസ്റ്റിലോ എങ്ങാനും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് തേർഡിൽ ഇഫ് യു വുഡ് ഹാവ് മൂവ്ഡ് ആൻഡ് ദെൻ ഹി കെയിം ബാക്ക്, അപ്പം ഇത്തിരി കൂടെ ബെറ്റർ ആയിരുന്നാനെ എന്ന് ഐ ഫീൽ. ലൈക്ക് ഇതിപ്പോ ഫുൾ സപ്പോർട്ട് തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഹി നോസ് ദാറ്റ് യാ ഞാൻ കളിച്ചാലും കളിച്ചില്ലെങ്കിലും നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഹി മൈറ്റ് ബി ട്രൈയിങ്. പക്ഷെ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ എന്റെ ഇത്ര പ്രഷർ തന്നെയായിരിക്കും. കാര്യം എന്റെ ലാസ്റ്റ് ടെസ്റ്റ് ആണോ ആ ഒരു ചിന്തയിലാണ് കളിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോ. സോ ഐ തിങ്ക് ഇന്ത്യൻ, അതായത് ആസ് എ ക്യാപ്റ്റൻ കോഹ്ലി ഷുഡ് ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ്. ഐ ഫീൽ ലൈക്ക് ഞാൻ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഈ ഒരു ഇൻസ്റ്റൻസിൽ ഐ വോണ്ട് ടു സേ ലൈക്ക് ഇന്ത്യയുടെ T20 സെലക്ഷൻ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് പെർഫെക്റ്റ്, ബിക്കോസ് a player like Hardik Pandya, for doing nothing, he's back in the team. Same like what Rahane is doing now. ഇതൊരു റോങ് മെസ്സേജ് ആണ്. ഇതാണ് മാറ്റേണ്ടത്. ലൈക്ക് പിന്നെ ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് ഇഷാൻ കിഷൻ ഷുഡ് ഹാവ് ബീൻ ഇൻ ദ ടീം. യങ്സ്റ്റർ ആണ്, ചാൻസ് കൊടുക്കണം. ഐ തിങ്ക് വി ക്യാൻ ഡു എ വീഡിയോ ഓൺ ദാറ്റ് ലേറ്റർ. പക്ഷേ ഇന്ത്യ ഓൾറെഡി ഹാസ് KL Rahul and ഋഷഭ് പന്ത് ഇൻ ദ ടീം. വൈ എ തേർഡ് വിക്കറ്റ് കീപ്പർ? ഇതെല്ലാം ഞാനിപ്പോ സഞ്ജു സാംസൺ വരണമെന്നോ അങ്ങനെയല്ല, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആസ് എ ബാറ്റ്സ്മാൻ ഒരു എക്സ്ട്രാ ആള് വരുവാണെങ്കിൽ ഓക്കെ ഫൈൻ. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ശരിക്കും പക്ഷാഭേദം, there is nothing wrong in people saying a Mumbai lobby. Why is Hardik Pandya there? It's Mumbai lobby, nothing more than that.
അതായത് ഹാർദിക് പണ്ട് കളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് റീസെന്റ് ഹാർദിക് ഹാസ് ഡൺ നത്തിങ്. അപ്പം ഐ ഫീൽ ഇന്ത്യ ഇത്രയും കൂടെ കൂടുതൽ ഇന്ത്യൻ സെലക്ടേഴ്സ് ഇത്രയും കൂടെ കൂടുതൽ പ്രൊഫഷണലിസം കാണിക്കണം. ആസ് എ ക്യാപ്റ്റൻ ആൻഡ് കോച്ച് ഷുഡ് ഓൾസോ ബി ഡൂയിങ് ദാറ്റ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.